നല്ല അടിപൊളി ഒരു ബീറ്റ്റൂട്ട് കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വെജിറ്റബിൾ കറിക്ക് പ്രാധാന്യം കൂടി വരുന്ന സമയമാണ്. കാര്യം കപ്പൽ മുങ്ങക്കവും കപ്പൽ കത്തക്കവും ഇനി എന്തൊക്കെ സംഭവിക്കുന്നെന്ന് അറിയാമേ. വിശ്വസിച്ച് സമാധാനമായിട്ട് ഫിഷ് കറിയൊന്നും കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കറിയെ ആശ്രയിക്കുമ്പോഴത്തേക്ക് എന്തുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിൽ ബീറ്റ്റൂട്ട് കറി കൂടെ ഒന്നാലോചിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. നല്ല ഒരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തൊടുകറിയായിട്ടും രുചിച്ച് കറിയായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഞാൻ ഈ കറി ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. ഹലോ. അപ്പോഴേ മീനൊക്കെ കിട്ടാൻ പ്രയാസമായിട്ട് വരുമ്പോഴത്തേക്ക്, ഇച്ചിരി കുറവായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കറിക്ക്, വെജിറ്റബിൾ കറിക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു സമയമാണ് ഇപ്പം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ബീറ്റ്റൂട്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു മുറി ബീറ്റ്റൂട്ടാണ് ഇവിടെ. കറിക്ക് അത് മതി, കുറച്ച് മതി. ഒരു മുറി സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കടുക് വറുക്കാനുള്ള സാധനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ടും സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നതെങ്കിൽ നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ സവാള അതുപോലെ നീളത്തിൽ തന്നെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി അടുപ്പിലോട്ട് ആക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ സവാള ഒന്ന് വഴണ്ട് വരണം. അപ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ്. ഒന്ന് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്തൊക്കെ കമൻറ്റ് ചെയ്തൊക്കെ ഇരിക്കണേ. ഇപ്പോൾ ആ സവാള ചെറുതായിട്ട് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് തന്നെ ബീറ്റ്റൂട്ട് കൂടെ ഇട്ട് കൊടുത്ത്. പിന്നെ ഈ ബീറ്റ്റൂട്ട് സവാളയും നല്ലോണം ഒന്ന് വെന്ത് വരണം. ചെറിയ തീയിലൊന്ന് അടച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് അടപ്പ് തുറന്ന്, ഇപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിൽ വെള്ളമൊക്കെ, ബീറ്റ്റൂട്ടിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് വീണ്ടും ഒന്നിളക്കി അടച്ച് വേവിക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മതി, ഒരു നുള്ള മതി, ഞാൻ അത്രേ ഇട്ടിട്ടുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം എടുക്കാൻ നോക്കി പറയുമ്പോഴത്തേക്ക് അത് വ്യക്തമാവുന്നൊന്നൊരു സംശയമുണ്ട്. ഇനി ഇട്ട് നോക്കണം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. സൗണ്ടില്ല എന്ന് തോന്നുന്നവർ നിങ്ങളെ മൊബൈലിലെ സൗണ്ടൊന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഇത്രയും ആക്കിയ ശേഷം വീണ്ടും ഒന്ന് അടച്ച് വേവിക്കാം. നല്ല നമ്മളെ ബീറ്റ്റൂട്ട് നല്ലപോലെ വെന്ത് വരണം. എന്നാലേ നമുക്ക് ആ കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വീണ്ടും അടച്ചിരിക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും അടപ്പ് തുറന്ന് ബീറ്റ്റൂട്ടിൻ്റെ നല്ല മണം വരുന്നുണ്ട്. നല്ലതുപോലെ വെന്ത്. നിങ്ങൾ ഈ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം തന്നെയാണ് ഈ കിടക്കുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുള്ളായിരുന്നു. ഇത് എണ്ണയല്ല, ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം ഇറങ്ങിയത് കിടക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളെ കറി റെഡിയായിരിക്കണം. നമ്മൾ അവസാനത്തെ തനി തേങ്ങാപ്പാൽ 1 കപ്പ് ഒഴിക്കുകയാണ്. നമ്മൾ 1-ാം പാലെന്നൊക്കെ പറയില്ലേ, അത് 1ഉം 2ഉം ഒന്നുമില്ല, ഒറ്റ പാലായിട്ട് 1/2 കപ്പ് 1 കപ്പ് കറി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ബീറ്റ്റൂട്ട് കറി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഇതിലൊക്കെ ആ ബീറ്റ്റൂട്ടൊക്കെ എടുത്ത് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ്. ഒഴിച്ച് കറിയായിട്ടും തൊടുകറിയായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനി തീ എരിക്കേണ്ട, തീ ഓഫാക്കുകയാണ്.